മോർണിംഗ് എവറിബഡി. ആ, നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് ദിവസമായിട്ട് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അതിന് പ്രത്യേക ക്ഷമ ചോദിക്കുന്നു. അത്യാവശ്യമായിട്ട് ചില പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് വരാതിരുന്നത്. ഇപ്പോൾ ആ ജോലിയൊക്കെ തീർന്നു. പിന്നെ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? അത്യാവശ്യമായിട്ട് ബോർഡ് മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞത് മിസ്റ്റർ ത്യാഗുവാണ്. സോ യു ഹാവ് ടു സ്പീക്ക് ഫസ്റ്റ്. അടുത്ത മാസം ആദ്യം നടക്കേണ്ട മീറ്റിംഗ് ഒരു മാസം മുമ്പേ അർജൻറ്റായിട്ട് വിളിച്ചു ചേർക്കേണ്ടത് എന്തിനായിരുന്നു? കമോൺ, ടെൽ മീ. ഐ ബെഗ് യുവർ പാർഡൺ MD, ബട്ട് ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം. ഏത് സ്റ്റേറ്റ്മെന്റ്? ഈ മീറ്റിംഗ് ഇത്ര അർജന്റായിട്ട് വിളിച്ചു ചേർക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന ചോദ്യം, അത് പിൻവലിക്കണം. ബിക്കോസ് കമ്പനിയുടെ MD എന്ന നിലയിൽ മാഡം ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം അത്. ദാറ്റ് ഷോസ് യു ആർ നോട്ട് അവെയർ ഓഫ് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. ഈ കമ്പനിയിൽ എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണ MDക്കില്ല എന്നാണ് അത് തെളിയിക്കുന്നത്. ആൻഡ് മൈ ഫ്രണ്ട്സ്, ഈസ് എ വെരി സോറി സ്റ്റേറ്റ്. കാടും പടപ്പും തല്ലാതെ കാര്യം വ്യക്തമായിട്ട് പറയണം. എന്താ ഇവിടെ പ്രശ്നം? ഇത് കണ്ടിരുന്നോ MD? നമ്മുടെ ഹോസ്റ്റേരിയ കൺസൈൻമെന്റ് തിരിച്ചയച്ചെന്നോ? അതും സ്പെൻസേഴ്സ്. എന്തു പറ്റി? അത് ഞങ്ങൾ ഡയറക്ടർമാർ അങ്ങോട്ടല്ലേ അന്വേഷിക്കേണ്ടത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലയൻസിൽ ഒരാളാണ് സ്പെൻസേഴ്സ് ആൻഡ് കോ. കഴിഞ്ഞ 10 കൊല്ലമായി നമ്മുടെ ഏറ്റവും വലിയ ഗ്ലോബൽ ക്ലയൻറ്റ്. അവരിപ്പോൾ ആദ്യമായി, ചരിത്രത്തിലാദ്യമായി ഒരു കൺസൈൻമെൻറ്റ് അപ്പാടെ റിജക്റ്റ് ചെയ്തിരിക്കുക. തീർന്നില്ല. ഈ കടലാസ് കണ്ടോ? MD സാങ്ഷൻ ചെയ്ത് അയച്ച മറ്റൊരു സാമ്പിൾ പുതിയൊരു ക്ലയൻറ്റായ മിഷേൽ ആൻഡ് സൺസ് തിരിച്ചയച്ചിരിക്കുന്നു. കാനഡയിൽ മാർക്കറ്റ് പിടിക്കാൻ നല്ലൊരു ചാൻസാണിതെന്ന് കഴിഞ്ഞ മീറ്റിംഗിൽ MD പറഞ്ഞിരുന്നത് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അതിപ്പോൾ ഈ റിസഷന്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ അവർ തിരിച്ചയച്ചതായിരിക്കും. സ്വാഭാവികമാണത്. അല്ല, റിസഷൻ കാരണമാണെങ്കിൽ ഓർഡർ ക്യാൻസൽ ചെയ്യുള്ളൂ. ഇത് നമ്മൾ അയച്ച പ്രോഡക്ട്സ് ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചിരിക്കുകയാണ്. നെവർ. നമ്മുടെ പ്രോഡക്റ്റിന് ഗുണനിലവാരം ഇല്ലെന്ന് ആര് പറഞ്ഞു? ISO മുദ്ര കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഓരോ പ്രോസസ്സിങ്ങും ഏറ്റവും ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. ആര് ചെയ്യുന്നത്? നമ്മളെല്ലാവരും. അല്ലാതെ ആരാ? എന്തിനാ ത്യാഗു ഒരുമാതിരി പോലീസുകാർ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നത്? പോലീസുകാരിങ്ങനെയാണോ ചോദിക്കുന്നത്? ആ, അത് മറന്നു. എനിക്കറിയില്ല, പക്ഷേ MDക്കറിയാലോ. ഷീസ് നൗ ക്വൈറ്റ് ഫെമിലിയർ വിത്ത് ദ പോലീസ് സ്റ്റൈൽ. ഹലോ, വേണ്ട. കുത്തുവാക്കുകൾ ഇവിടെ വേണ്ട, പ്രത്യേകിച്ചും വ്യക്തിപരമായ കാര്യങ്ങൾ. ത്യാഗു പറയൂ, എന്താ നീ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതല്ല MD, ഇറ്റ്സ് എ ഫാക്ട്. നമ്മുടെ ഗുണനിലവാരം കുറയുന്നു. ആൻഡ് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്? ഞാനാണോ? മിസ്റ്റർ ഷൺമുഖമോ വല്യത്താനോ ആണോ? ബാലുവാണോ? അല്ല. പിന്നെ ഈ കൺസൈൻമെൻറ്റ്സ് സൈൻ ഓഫ് ചെയ്തിരിക്കുന്നത് MD തന്നെയാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. MDക്കാണെങ്കിൽ ഈ രംഗത്ത് 30 വർഷത്തെ പരിചയമുണ്ട്. അങ്ങനെ തെറ്റോ അബദ്ധമൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഒറ്റ നോട്ടത്തിൽ ക്വാളിറ്റി പറയാൻ മാത്രം പരിചയമുണ്ട് MDക്ക്. ആ സ്ഥിതിക്ക് മോശപ്പെട്ട ഒരു കൺസൈൻമെൻറ്റ് സൈൻ ഓഫ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ MD മനഃപൂർവ്വം കൃത്യവിലോപം കാട്ടി, അല്ലെങ്കിൽ MD അത് കണ്ടിട്ടില്ല. ഈ കൺസൈൻമെന്റ് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, കണ്ടില്ല, എനിക്കറിയാം. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് കണ്ടില്ല എന്ന്. ഞാനിവിടെ ഇല്ലായിരുന്നു ത്യാഗു. ഇവിടെ കമ്പനിയുടെ ചെയർമാൻ ഉണ്ട്, നിങ്ങളെപ്പോലെ കഴിവുള്ള ഡയറക്ടർമാരുണ്ട്. എൻ്റെ ആബ്സെൻസിൽ നിങ്ങൾക്ക് അതൊക്കെ നോക്കാമായിരുന്നു. നോക്കില്ല. ഈ കമ്പനിയിലെ ഓരോ എക്സ്പോർട്ട് ഷിപ്മെൻറ്റും MD നേരിട്ട് സാങ്ഷൻ ചെയ്യണമെന്നാണ് റൂൾ. മാത്രമല്ല, ഓരോ ഷിപ്മെൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് ബോർഡ് മീറ്റിങ്ങിൽ വെക്കണമെന്നും. ഓ, ഇപ്പോൾ 6 ക്വാളിറ്റി റിവ്യൂ മീറ്റിങ്ങിൽ MD പങ്കെടുത്തിട്ടില്ല. നാച്ചുറലി ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. MD ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാമായിരുന്നു.
അതൊരു ശരിയായ കീഴ്വഴക്കല്ലല്ലോ എം ഡി. ഫയൽ കൊടുത്തയച്ച് സൈൻ ചെയ്യിക്കുന്നു, കിട്ടിയ സാധനം കപ്പലിൽ കുത്തിക്കയറ്റി അയച്ചു കൊടുക്കുന്നു, അവരത് റിജക്റ്റ് ചെയ്യുന്നു. പ്രൊഫഷണലായ ഒരു കമ്പനിയിൽ ഇതൊന്നും സംഭവിക്കാൻ പാടില്ല. അതൊരു വലിയ ചോദ്യമാണ് അല്ലേ ത്യാഗു? അല്ല, ഇതിനിപ്പോൾ എന്താ ഒരു പ്രതിവിധി? എം ഡി മാറണം. ഓ, അങ്ങനെ. ഇത് പേഴ്സണലായിട്ട് എടുക്കരുത് എം ഡി. കമ്പനിക്ക് വേണ്ടത് ഒരു ഫുൾ ടൈം എം ഡി ആണ്. വിശാലാക്ഷി അമ്മാൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാളെ നിയമിക്കുന്നതല്ലേ നല്ലത്? ഓ, ഈ കമ്പനിക്ക് എന്നു മുതലാ ത്യാഗു ഒരു എം ഡി ഉണ്ടായത്? തൊട്ടിലിൽ എൻ്റെ കുഞ്ഞിനെയും മടിയിൽ ഈ ബാലൂനെയും കെടുത്തി ചർക്ക നൂറ്റുണ്ടാക്കി തുടങ്ങി വെച്ച കമ്പനിയായത്. അന്ന് എം ഡിയും സ്റ്റാഫും ക്ലർക്കും സൂപ്പറും എല്ലാം ഞാനായിരുന്നു, ഈ വിശാലാക്ഷി അമ്മാൾ. അതൊക്കെ പഴയ കാര്യങ്ങൾ. അന്നൊരാൾ മതിയായിരുന്നു, ഇന്നത് പോരല്ലോ. പറ്റുമോ? ഞാൻ മാറണമെന്നാണോ? അതാണോ ബഹുമാനപ്പെട്ട ചെയർമാൻ്റെയും തീരുമാനം? ഏയ്, അത് വേണ്ട. പക്ഷേ റെസ്പോൺസിബിലിറ്റീസ് പങ്കുവയ്ക്കണം. ഐ മീൻ, എം ഡിക്ക് ചെയ്യാൻ കഴിയാത്തതൊക്കെ മറ്റാരെങ്കിലുമൊക്കെ ഏൽപ്പിക്കണം. അത് ചെയർമാൻ തന്നെ ചെയ്യുന്നില്ല നല്ലത്. സോറി, എനിക്കിപ്പോൾ തന്നെ വേണ്ടതിലധികം ഭാരമുണ്ട്. എൻ്റെ ചോദ്യം, വൈ നോട്ട് ത്യാഗു? ലെറ്റ് ഹിം ബി ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഫയലുകൾ ത്യാഗുവിന് നോക്കാം. മാത്രമല്ല, എം ഡിക്ക് വിശ്രമവും കിട്ടും. ത്യാഗു എന്തു പറയുന്നു? എനിക്ക് അതൊക്കെ അമ്മയുടെ തീരുമാനം. അമ്മ പറഞ്ഞാൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ല. അമ്മ പറയാതിരിക്കുമോ ത്യാഗു? നീ ക്ലാസ്സിൽ അടുത്തിരുന്ന കുട്ടിയുടെ ഫീസ് കട്ടെടുത്തു എന്ന് പരാതി വന്നപ്പോ ഹെഡ് മാസ്റ്ററിനെ കാണാൻ നിന്റെ അച്ഛന് പകരം എന്നെ വിളിച്ചപ്പോ കൂടെ വന്നവളല്ലേ ഞാൻ. അന്ന് ഞാൻ ആ ഹെഡ് മാസ്റ്ററിന്റെ കാല് പിടിച്ചത് നീ മറന്നു കാണും. പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല വിശപ്പ് വരുമ്പോഴൊക്കെ അമ്മാന്ന് വിളിച്ച് എൻ്റെ അടുത്ത് ഓടി വരും. ആ ത്യാഗുവിനെ ഞാൻ എങ്ങനെ മറക്കും? അമ്മ, അത് സോ കൺഗ്രാറ്റുലേഷൻസ് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ. താങ്ക് യു. ഓക്കെ, അപ്പോ നമുക്ക് പിരിയാം. ബാലുവിന്റെ ബുദ്ധിയാണ് സഹായിച്ചത്. സത്യത്തിൽ എം ഡിയുടെ ഓരോ വാക്കും കാൽക്കുലേറ്റഡ് ആയിരുന്നു നമ്മുടെ മുറയിൽ തകർക്കാൻ. തക്ക സമയത്ത് ബാലു ഇടപെട്ട് സംസാരിച്ചതുകൊണ്ട് അതെല്ലാം ചീറ്റിപ്പോയി. എനിക്കറിയാമായിരുന്നു അവരങ്ങനെ വല്ലതും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഉടനെ വായി മൂടിക്കെട്ടിയിരിക്കുമെന്ന്. നോക്ക് ത്യാഗു, ഈ മൂവ് അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആ റിജക്ഷൻ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അല്ലെന്നും അങ്ങനെ ഒരു ഷിപ്മെന്റ് തിരിച്ചു വന്നിട്ടില്ലെന്നും അവരറിഞ്ഞാലോ? അത് നമ്മൾ മുന്നിൽ കാണണം. ആ, തൽക്കാലം അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. കാരണം അങ്ങനൊരു ഡോക്യുമെന്റ് നമ്മൾ ഓൾറെഡി എല്ലാ ഫയലിലും എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഒറിജിനൽ അന്വേഷിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ മതി. എന്നാലും ബാലു, എം ഡിയുടെ ബുദ്ധിയെ കുറച്ച് കാണരുത്. നമ്മൾ മനസ്സിൽ കാണുന്നത് അവർ മാനത്ത് കാണും. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് അവർ മാനത്ത് കണ്ടില്ലല്ലോ. കണ്ടോ? ഷീ ബിലോങ്സ് ടു ദ ഓൾഡ് സ്കൂൾ. അക്കാലമൊക്കെ പോയല്ലോ. ഇനിയിപ്പോ നമ്മുടെ പുതിയ മാനേജിംഗ് സ്ട്രാറ്റജീസെ രക്ഷപ്പെടൂ. പാവം, വയസ്സായി. ഇനിയിപ്പോൾ വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ പറഞ്ഞാൽ കേൾക്കണ്ടേ? വയസ്സാകും തോറും മനുഷ്യർ വളരെ ഡിഫിക്കൽട്ടാണ്. ചെയ്യുന്നതൊക്കെ മണ്ടത്തരമായിരിക്കും. എന്നാൽ സമ്മതിച്ചു തരുമോ? അതുമില്ല. ബാലു വിഷമിക്കാതെ, എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ മുന്നോട്ട് പോയാൽ അവർ വീട്ടിൽ ഇരുന്ന് വിശ്രമിച്ചോളും. പക്ഷെ പ്രധാന കാര്യം പതുക്കെ പതുക്കെ വേണം. അവരെ ഈ സ്റ്റേജിൽ പിണക്കരുത്. പിണക്കിയ എല്ലാം കൂടി കൈവിട്ടു പോവും. ഓരോന്നായി കെട്ടുകൾ അറുത്തു വിടണം. കയറിൻ്റെ ഓരോ ഇഴയായി മുറിക്കണം. അവസാനം ഒരു ചെറിയ ഇഴ, അത് തന്നെ പൊട്ടും. അതായിരിക്കണം സ്ട്രാറ്റജി. ചിലപ്പോഴൊക്കെ ഞാൻ ദുർബലനായി പോവും. അങ്ങനെ ആവാൻ പാടില്ല. ദിസ് ഈസ് യുവേഴ്സ്, ദി ഹോൾ ഓഫ് ദിസ്. ബാലുവിൻ്റെ അച്ഛൻ്റെ മൂലധനം കൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അത് ബാലുവിൻ്റെതാ. അക്കാര്യത്തിൽ എന്തിനാ സംശയം? അച്ഛൻ്റേതെന്ന് പറയാൻ 537 രൂപയും പൊളിഞ്ഞ ഷെഡും മാത്രമേ ഉണ്ടായിരുന്നു എന്നാ അവരുടെ ഇപ്പോഴത്തെ സംസാരം. ബാക്കിയൊക്കെ ദ ഗ്രേറ്റ് വിശാലാക്ഷി അമ്മൾ തനിച്ചുണ്ടാക്കിയതാണത്രേ. അവരെന്താ രാവിലെ എഴുന്നേറ്റ് പണം കായ്ക്കുന്ന മരത്തിൽ കയറിയോ? എൻ്റെ പൊന്ന് ബാലു,
ഈ 537 രൂപ എന്ന് പറഞ്ഞാൽ അതാണ് കമ്പനിയുടെ മൂലധനം. ഇന്നത്തെ 50 ലക്ഷത്തിൻ്റെ വിലയുണ്ട് അതിന്. വെറും 537 രൂപ കൊണ്ട് ഈ കമ്പനി തുടങ്ങാമെങ്കിൽ എളുപ്പമായല്ലോ. ഇവിടെ ഇപ്പം എത്രയോ കമ്പനികൾ ഉണ്ടായേനെ. നോ, അത് കള്ളവാ. നിന്റെ അച്ഛൻ്റെ കയ്യിൽ അതിൽ കൂടുതൽ പണം കണ്ടേനെ. അല്ലെങ്കിൽ ഇത്രയും ഗ്രാൻഡായിട്ട് അവർക്കത് തുടങ്ങി വയ്ക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ, മൂലധനം അതല്ലേ. കമ്പനി 1 രൂപ മൂലധനത്തിൽ തുടങ്ങിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അതെന്തിനാ നോക്കുന്നത്? കമ്പനി ഇപ്പോൾ സക്സസ്ഫുള്ളാണ്, അത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ആൻഡ് ദി റൈറ്റ്ഫുൾ ഓണർ ഈസ് മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം. ഈ പറഞ്ഞ 537 രൂപയും പൊളിഞ്ഞ ഷെഡുമെങ്കിലും ഉണ്ടായിരുന്നല്ലോ. പിഴച്ചു പറ്റ കൊച്ചിനെ കൊണ്ടുവന്ന് കയറാൻ അവർക്ക് ആ പൊളിഞ്ഞ ഷെഡല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊന്നും കേട്ട് വിരളരുത് ബാലു. അവർ കമ്പനി തുടങ്ങിയത് നിന്റെ അച്ഛൻ്റെ ബുദ്ധിയും പൈസയും കൊണ്ടാ. അത് നോക്കി നടത്താൻ നിന്റെ അച്ഛൻ അവരെ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. അന്നത്തെ ആ സ്റ്റേജിൽ ഇതങ്ങ് തന്നെ വളർന്നു. അതാ സംഭവിച്ചത്. നീ പറയുന്നതിലും കാര്യമുണ്ട്. അതാ പറഞ്ഞത്. പതുക്കെ പതുക്കെ കടിഞ്ഞാണെടുക്കണം. ഒരു ദിവസം എല്ലാം കൂടി പിടിച്ചെടുക്കണ്ട. പതിയെ പതിയെ മെതുവ. അതായത് ആ സ്ത്രീ സ്വയം പിന്മാറണം. അങ്ങനെ വരുമ്പോൾ ആ നന്ദികെട്ട മകൻ വളർത്തമ്മയെ പുറത്താക്കിയെന്ന് നാട്ടുകാർ പറയില്ല. ഞാൻ എപ്പോഴും കൂടെയുണ്ട്. അമ്മ പറഞ്ഞ പോലെ നീ വീണ് നെറ്റി പൊട്ടുമ്പോഴൊക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വെള്ളം തരിക. അതാണ് എൻ്റെ മിഷൻ. മൈ ഒൺലി മിഷൻ ഇൻ ലൈഫ്. എനിക്കറിയാം. വടിവേലു, നീ ഉള്ളപ്പോ എന്നടാ ഇത്? നീ കുടിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെ ധൈര്യം വന്നടാ കുടിച്ചിട്ട് ഈ പടിയേറി വരാൻ? എന്റെ വീട്, എന്റെ പണം, എന്റെ ഇഷ്ടം. കുടിക്കുകയോ കുടിക്കാതെ ഇരിക്കുകയോ ചെയ്യും. നിങ്ങൾ ആരാ ചോദിക്കാൻ? ബാലു, പിള്ള ചവിട്ടിയാൽ തള്ളയ്ക്ക് കേടില്ലെന്നാ പറയുന്നത്. സ്വന്തം കുഞ്ഞിന്റെ ചവിട്ടും തൊഴിയും അമ്മ ഒരുപാട് അനുഭവിച്ചതാ. അതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും അമ്മമാർക്ക് പറ്റും. എന്നാലും നീ ഇത് കുറച്ച് അധികമാവുന്നടാ. ദേ, എനിക്കിപ്പോ വയസ്സായി. ഈ പ്രായത്തിൽ നിന്റെ കുത്തുവാക്കളും ചവിട്ടും തൊഴിയും സഹിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. പ്രയാസം ഉണ്ടെങ്കിൽ ഇറങ്ങി പോണം. നിങ്ങൾക്ക് പോവാൻ വേറെ ഇടമുണ്ടല്ലോ. സ്വന്തം മകന്റെ അച്ഛൻ ഇഷ്ടം പോലെ സമ്പാദിച്ചു തന്നിട്ടില്ലേ, പിന്നെ പൊക്കൂടെ? ദാ, ഞാൻ നിനക്ക് സമ്പാദിച്ചു തന്ന ഇക്കണ്ട സ്വത്തിന്റെ കണക്കെടുക്കുമ്പോ അതെന്താ ഉള്ളത്? നമ്മുടെ ബാംഗ്ലൂരിലെ ആ ചെറിയ ഗസ്റ്റ് ഹൗസിന്റെ വലുപ്പമോ വിലയോ ഇല്ല. അതിനെല്ലാത്തിനും കൂടി ആ സ്വത്തിന്റെ ഒരു തരി പോലും ഞാൻ എടുത്തിട്ടില്ല. അതെല്ലാം അവർക്ക് കൊടുത്തു. ആരോട് ചോദിച്ചോണ്ട്? ആരുടെ അനുവാദത്തോടെ നിങ്ങളത് ചെയ്തു? എന്നോട് ചോദിച്ചോന്ന്? ബാലു, ഇക്കാര്യം പറഞ്ഞ് നീ വീണ്ടും വഴക്കിന് വരരുത്. അവിടെയുള്ള ഒരു പാവങ്ങളാ, ജീവിക്കാൻ വകയില്ലാത്തവരാ. അവർക്ക് വേണ്ടി ഞാൻ ആ സ്വത്തിന്മേലുള്ള അവകാശം വിട്ടുകൊടുത്തു. ഓ, നിങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ എന്റെ സ്വത്ത്. ഈ കണ്ട സ്വത്തൊക്കെ നിങ്ങൾ സമ്പാദിച്ചതാണെന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. അല്ല, എന്താ ഇത്രയ്ക്ക് സമ്പാദിച്ചത്? കണക്കിതാ. കണക്ക് ഞാൻ തരണ്ടല്ലോ. നിനക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. ഇല്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് വെച്ച് തുടങ്ങി, പിന്നെ വെച്ചടി കയറ്റമായിരുന്നു. അന്നത്തെ സിറ്റുവേഷനിൽ നിങ്ങളല്ല ആരിവിടെ ഇരുന്നെങ്കിലും ഇത് വളർന്നേനെ. അത്ര ലാഭമുള്ള ബിസിനസ്സായിരുന്നു. ഇതൊന്നും നിങ്ങളുടെ കഴിവല്ല. അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്ന് എനിക്കറിയാം, അല്ല, ഇതെല്ലാം എൻ്റെയാ, എൻ്റെ മാത്രം. ഇതിലൊരു തരി പോലും നിങ്ങളോ നിങ്ങളുടെ മകനോ അവകാശപ്പെട്ടതല്ല. ഞാൻ തരില്ല. അവകാശം ഇല്ലെന്ന് നീ പറയരുത്, അത് തെറ്റാണ്. നിനക്ക് അത്ര ആർത്തിയാണെങ്കിൽ ഇതിന്ന് ഒരു തരിയും വേണ്ടെന്ന് വെക്കാൻ ഞാനും എൻ്റെ മകനും തയ്യാറാ. പക്ഷേ അവകാശം ഇല്ലെന്ന് പറയരുത്. അങ്ങനെ ഇല്ലാതാക്കാൻ നീ നടത്തുന്ന കളികൾ എനിക്ക് മനസ്സിലാവില്ലെന്നും കരുതരുത്.
ഒരാൾക്ക് ജീവിക്കാൻ എത്ര സ്വത്ത് വേണോടാ? 100 കോടിയോ 10,000 കോടിയോ? നീ എങ്ങനെ ജീവിക്കും? എത്ര കോടി ഉണ്ടെങ്കിലും അത് നിനക്ക് വാരി തിന്നാൻ പറ്റുമോ? ഇല്ലല്ലോ. വിശപ്പടക്കാൻ നോട്ട് കെട്ട് മുറിച്ചു തിന്നാൻ പറ്റുമോ? പറ്റില്ലല്ലോ മോനെ. നിന്റെ ശരീരം നിലനിർത്താൻ നീ കഴിക്കുന്ന ഡയറ്റ് എന്താ? രാവിലെ 1 ഗ്ലാസ് ജ്യൂസും 2 ഇഡ്ഡലിയും, ഉച്ചയ്ക്ക് ശകലം ചോറും, രാത്രി 2 ചപ്പാത്തി. 2 ഇഡ്ഡലി എന്നുള്ളത് 100 ഇഡ്ഡലി ആക്കാൻ നിനക്ക് പറ്റുമോ? ഇല്ല. എന്തിനാടാ നക്കാപ്പിച്ചയ്ക്ക് കിടന്ന് ആർത്തി കാണിക്കുന്നത്? നിർത്ത്. ഒരു വായിൽ പറയും സ്വത്ത് വേണ്ടെന്ന്, അടുത്ത വായിൽ പറയും അവകാശം ഉണ്ടെന്ന്, അതിൻ്റെ അടുത്ത വായിൽ പറയും എനിക്ക് ഈ സ്വത്തിൽ അവകാശം ഇല്ലെന്ന്. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇനി അത് ക്ലിയർ ചെയ്തിട്ട് മുമ്പോട്ട് പോയാൽ മതി. എൻ്റെ ഉദ്ദേശം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ അച്ഛനും അമ്മയും ഇല്ലാത്ത കുറവ് അറിയിക്കാതെ വളർത്തണമെന്ന്. അത് ഞാൻ ചെയ്തു. ഇപ്പൊ തോന്നുന്നു എനിക്ക് തെറ്റിപ്പോയി. എൻ്റെ പാല് നിന്ന് നിന്നെ വളർത്തുമ്പോൾ എൻ്റെ വിചാരം ഞാൻ നല്ലൊരു അമ്മയായിരുന്നു എന്നാണ്. ഇപ്പം മനസ്സിലായി, ആരുടെ പാല് കുടിച്ചാലും പാരമ്പര്യമായിട്ടുള്ള സ്വഭാവം മാറില്ല എന്ന്. പാല് തന്നു, എനിക്കിത് കേട്ട് മടുത്തു. തന്ന പാല് ഛർദ്ദിപ്പിക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ അതെടുത്തോ.